ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 100 മിനിറ്റ് ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂലൈ 26 ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ 1-2 ഉപമകൾ ഈശോ പറയുന്നുണ്ട്. വയലിലെ നിധിയെക്കുറിച്ച്, വിലയേറിയ രത്നത്തെക്കുറിച്ച്, കടലിൽ വീശിയ ഒരു വലയെക്കുറിച്ച്. എന്നിട്ട് ഈശോ പറയുകയാണ്, സ്വർഗരാജ്യം എന്ന് വെച്ചാൽ ചില തിരഞ്ഞെടുപ്പുകളാണ് എന്ന്. ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് വരുന്നത് വയലിലെ നിധിയെക്കുറിച്ചാണ്. നമുക്ക് ആ ഭാഗം മാത്രം ഒന്ന് ധ്യാനിച്ചു നോക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു വയലിൽ മറഞ്ഞിരിക്കുന്ന നിധി കാണുകയും തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ ആ നിധി സ്വന്തമാക്കുകയും ചെയ്യുന്നത്. തനിക്കുള്ളതെല്ലാം വിറ്റ് ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഈശോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സ്വയം നഷ്ടപ്പെടുത്തണം. നഷ്ടപ്പെട്ടു പോകുന്നതല്ല, മറിച്ച് സ്വയം നഷ്ടപ്പെടുത്തണം. അതാണ് ഒന്നാമത്തെ ചിന്ത ഉണ്ടാവേണ്ടത്. നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് നീ ഈശോയെ സ്വന്തമാക്കുന്നുണ്ടോ? അതാണ് അവസാനത്തെ ചോദ്യമായി അവശേഷിക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. വയലിലെ നിധിയെക്കുറിച്ചാണ് പറയുന്നത്. AD 28-30 കാലഘട്ടങ്ങളിൽ ഗലീലയെ കടൽത്തീരത്ത് വെച്ചാണ് ഈശോ ഈ ഉപമയെക്കുറിച്ച് പറയുന്നത്. അന്നത്തെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്, അക്കാലത്ത് യഹൂദരായ ആളുകൾ തങ്ങൾക്കുള്ള സമ്പാദ്യങ്ങൾ ഒളിച്ചു വച്ചിരുന്നത്, മറച്ചു വച്ചിരുന്നത് വയലുകളാണ്. കാരണം ഏത് സമയത്തും റോമാക്കാരുടെ ആക്രമണം ഉണ്ടാകാം. അവർ വീടുകൾ കയറി കൊള്ളയടിക്കാം. അതുമല്ലെങ്കിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന കൊള്ള സംഘങ്ങൾ അവർ വീടുകൾ ആക്രമിച്ചുകൊണ്ട് എല്ലാം കൈക്കലാക്കിക്കൊണ്ട് വീട്ടുടമസ്ഥരെയും അവിടെ താമസിക്കുന്ന ആൾക്കാരെയും കൊന്നുകളയുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി വിശാലമായ പാടങ്ങളിൽ എവിടെയോ അവർ തങ്ങളുടെ നിധികൾ കുഴിച്ചിടും. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കള്ളന്മാരും കൊള്ളക്കാരും അതുപോലെ തന്നെ റോമൻ പടയാളികൾ ഇവരെ ആക്രമിക്കുമ്പോൾ നിധി കുഴിച്ചിട്ട സ്ഥലം അറിയുന്ന ആളുകളെ ഒരുപക്ഷെ അവർ വധിച്ചു കളയും. അങ്ങനെ വരുമ്പോൾ ആ നിധികൾ ആരും ഇല്ലാതെ, അവകാശികളില്ലാതെ വയലുകളിൽ മറിഞ്ഞു കിടക്കും. പക്ഷെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്ന ആളുകൾ പല തലമുറകൾ കഴിയുമ്പോൾ ഈ നിധി തേടി ഈ വയൽ അന്വേഷിച്ചു വരുന്നു. അങ്ങനെ ഈ വയൽ കണ്ടു കഴിയുമ്പോൾ അവർ മനസ്സിലാക്കുന്നു, ഇന്ന് ആ വയലിന് പുതിയ അവകാശികളുണ്ട്. അവർ ചോദിക്കുന്ന പണം കൊടുക്കുന്നതിന് വേണ്ടി അവർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അമൂല്യമായ എന്തിനെയോ തേടുന്നത് പോലെ നിധികൾക്ക് വേണ്ടി ഈ വയൽ സ്വന്തമാക്കി നിധി കണ്ടെത്തുന്നു. അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം ഇതിനുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തെങ്കിലും നിധികൾ ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 3000 കോടിയിലധികം മൂല്യമുള്ള, അതായത് അമൂല്യമെന്ന് പറയുന്നത് പോലെ ഒരിക്കലും തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത രീതിയിലുള്ള ധാരാളം സമ്പത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ടായെന്ന് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ എപ്പോഴും കേൾക്കാറുണ്ട്. ഒരു നിധി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഏവനും പത്രമാധ്യമങ്ങളിൽ വരുന്ന, നവമാധ്യമങ്ങളിൽ വരുന്ന നിധി തേടിയുള്ള കാഴ്ചകളുടെയും നിധി തേടിയുള്ള യാത്രകളുടെയും, നിധി കിട്ടിയപ്പോൾ ഭ്രാന്തരായി മാറുന്ന ആളുകളുടെയും കഥകൾ എപ്പോഴും വായിച്ചു കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ കാണാറുണ്ട്. അപ്പോഴെല്ലാം അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരാഗ്രഹമുണ്ട്, ദൈവമേ, ഒരു നിധി എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. നിധി തേടിയുള്ള ഈ ആളുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലെ ലോട്ടറി കച്ചവടക്കാർ എല്ലാ തെരുവിലും നിറഞ്ഞിരിക്കുന്നത്. അവർക്കെല്ലാം അത്യാവശ്യം കച്ചവടമുണ്ട്. കാരണം നിധി തേടിയുള്ള മനുഷ്യൻ്റെ ഒരിക്കലും മടങ്ങാത്ത യാത്രയുടെ പ്രതീകങ്ങളാണ് ഇവയെല്ലാം.
എന്നാൽ ഇന്നത്തെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ കാണാതെ പോകുന്ന ചില നിധികളെക്കുറിച്ച് പറയട്ടെ. അതിൽ ഒന്നാമത്തെ നിധി നമ്മുടെ ദൈവം തന്നെയാണ്. നിനക്ക് തന്നിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ദൈവം തന്നിരിക്കുന്ന ഈ വലിയ അനുഗ്രഹമായ ദൈവത്തെക്കുറിച്ച് തന്നെ നീ ചിന്തിക്കുന്നുണ്ടോ? ഒരു കാറ്റഗിസം ക്ലാസ്സിൽ കുറേ കുട്ടികൾ പടം വരയ്ക്കുകയാണ്. ഈശോയുടെ പടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കുട്ടി പടം വരയ്ക്കുമ്പോൾ അവിടെ ആ കുട്ടി വരക്കുന്നത് ക്രൂശിതനായ കർത്താവിൻ്റെ ഒരു രൂപമാണ്. എന്നിട്ട് അതിന് കീഴെ ആ കുട്ടി എഴുതി വെച്ചിരിക്കുകയാണ്, ഗോഡ് ഈസ് എ ഗിഫ്റ്റ്. ദൈവം ഒരു വലിയ സമ്മാനമാണ്, ഒരു നിധിയാണ് എന്ന്. എവറിത്തിങ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് നമ്മൾ വായിച്ചു കേൾക്കാറുണ്ട്, പറഞ്ഞു കേൾക്കാറുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന്. എന്നാൽ ദൈവം തന്നെ ദാനമാണ് എന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നീ കുഴിച്ചെടുക്കാതെ നിനക്ക് സൗജന്യമായി ലഭിച്ച ഒരു നിധിയാണ് നിന്റെ ദൈവം. മാമോദീസ വഴിയായി നീ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയും ക്രിസ്തുവിനെ സ്വീകരിക്കുകയും സ്വർഗ്ഗത്തിലെ അവകാശമായി തീരുമ്പോൾ നീ ഓർക്കുക, നിനക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നിധി ദൈവം തന്നെയാണ്. സാധു സുന്ദർ സിംഗ് എന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പഞ്ചാബിലെ ലുധിയാനയിൽ 1888 അതുപോലെ തന്നെ 1928 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ആ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ആ സമയത്ത് പഞ്ചാബിലെ ലുധിയാനയിലെ ഒരു വലിയ സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 7ാമത്തെ വയസ്സിൽ തന്നെ ഭഗവത്ഗീതയും അതുപോലെ തന്നെ ഖുർആനുമെല്ലാം മനഃപ്പാഠമാക്കിയ അദ്ദേഹം പഠനത്തിന് ആവശ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിൽ പ്രവേശിക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹം ബൈബിൾ വായിക്കാനിടയാകുന്നു. അങ്ങനെ പല പല ദൈവങ്ങളെക്കുറിച്ചുള്ള കൺഫ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ, യുവാവായിരിക്കുമ്പോൾ, 16ാമത്തെ വയസ്സിന് മുമ്പ് അദ്ദേഹം ഒരിക്കൽ ഈ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിച്ച് എന്താണ് ദൈവമെന്ന്, എന്താണ് ആധ്യാത്മികത എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു പൊട്ടത്തരം പോലെ പറയുകയാണ്, ഞാൻ ഇന്ന് രാത്രി ഇവിടെ കൂടെ പോകുന്ന റെയിൽവേ ട്രാക്കിൽ പോയി നിൽക്കും. തീവണ്ടി പാഞ്ഞു വന്ന് എന്നെ ഇടിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ ഏത് ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത്? ആ ദൈവമാണ് എൻ്റെ ദൈവമെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ റെയിൽവേ ട്രാക്കിൽ പോയി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ദർശനമുണ്ടാകുകയാണ്. ക്രിസ്തു അദ്ദേഹത്തോട് സംസാരിച്ചു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇയാൾ ക്രൈസ്തവ മതം പ്രാക്ടീസ് ചെയ്യുന്നെന്നറിയുമ്പോൾ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, പോയിസൺ കൊടുക്കാൻ വേണ്ടി ആദ്യം സ്വന്തം പിതാവ് ശ്രമിക്കുന്നു, അതിനുശേഷം സഹോദരൻ ശ്രമിക്കുന്നു. എന്നാൽ അവർക്കാർക്കും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പൂർണ്ണമായിട്ട് ക്രിസ്തുവിൻ്റെ മിഷണറി ആവുകയാണ്. ഈ മനുഷ്യൻ യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്നതിന് വേണ്ടി എല്ലായിടത്തും പോയി യേശുവിനെ പ്രഘോഷിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുകയാണ്. നഗ്നപാതനായിട്ടാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത് ദി അപ്പോസിൽ വിത്ത് ബ്ലീഡിങ് ഫീറ്റ് എന്നാണ്. അതായത് കാലുകളിൽ മുറിവുമായി അല്ലെങ്കിൽ മുറിഞ്ഞ പാദങ്ങളുമായി യേശുവിനെ പ്രഘോഷിക്കുന്ന അപ്പോസ്തലൻ എന്ന്. അന്വേഷിച്ച് ഒടുവിൽ അദ്ദേഹം ഭൂട്ടാനിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും അയൽ രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ഒടുവിൽ ഹിമാലയത്തിൽ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്നതിനിടക്ക് അദ്ദേഹം അപ്രത്യക്ഷമായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇത് വായിച്ചു കേട്ടതും വിക്കിപീഡിയയിലുള്ള അറിവുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ജീവിതത്തിൽ ദൈവത്തെ നിധിയായി കാണുന്ന ആളാണോ നീ? നിന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്ന് ദൈവം തന്നെയാണ് എന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ നിധി എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അത് നമ്മുടെ കുടുംബമാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മളെ സ്നേഹിക്കുന്നവരാകാം. ആ നിധിയെ കണ്ടെത്തുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ കുടുംബം പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എത്ര കുറവുകളുള്ളവരാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു 90% മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മുടെ ജീവിത പങ്കാളികൾ എത്രമാത്രം സ്നേഹത്തോടും ആത്മാർത്ഥതയോടെയാണ് നമ്മളെ കരുതലുകളോടെ കടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ രണ്ടാമത് നീ കണ്ടുപിടിക്കേണ്ടത് നിന്റെ കൂടെ തന്നെയുള്ള നിധിയാണ്. അത് നിന്റെ കുടുംബമാണ്. നിന്റെ
സ്നേഹിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നീ സ്നേഹിക്കുന്ന ആളുകളാണ്. ആ നിധിയെ കണ്ടെത്തുവാൻ നീ ശ്രമിക്കാറുണ്ടോ? ഭക്തകവിയായ പൂന്താനത്തിൻ്റെ ഒരു 2 വരി കവിത ഇപ്രകാരമാണ്: ഇല്ലത്തിനകത്തിരുന്ന് ഇല്ലാത്തതിനെ തേടുന്നതെന്തിന്, ഉള്ളതിനെ കണ്ടാൽ പോരെയെന്ന്. ഇല്ലത്തിനകത്തിരുന്ന് ഇല്ലാത്തതിനെ തേടുന്നതെന്തിന്, ഉള്ളതിനെ കണ്ടാൽ പോലെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരുമില്ല, നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല, മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലഹരികളിലും അനാവശ്യമായ കാര്യങ്ങളിലും നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മൾ സ്നേഹിക്കുന്നത് കരുതുന്നവരെ തേടുമ്പോൾ നമ്മൾ ഓർക്കുക, യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ നിധി നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ ആരോഗ്യമെല്ലാം നമ്മൾ മറന്നു പോവുകയാണെന്ന്. രണ്ടാമത്തെ നിധി നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇട്ടിരിക്കുന്ന നിന്റെ കുടുംബവും നിന്നെ സ്നേഹിക്കുന്നവരും നീ സ്നേഹിക്കുന്നവരുമാണെന്ന് തിരിച്ചറിയുക. മൂന്നാമത്തെ നിധിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഗ്യത്തിന്റെ രൂപം എന്നുള്ള കഥയുണ്ട്. അത് വായിക്കുന്നത് നല്ലതായിരിക്കും. കഥയുടെ സാരം ഇതാണ്: ഒരു ചെറുപ്പക്കാരൻ ആ ജീവിതത്തിൽ തനിക്ക് സൗഭാഗ്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അത് തേടി നടക്കുകയാണ്. എല്ലായിടത്തും സൗഭാഗ്യങ്ങൾ തേടി അയാൾ അന്വേഷിച്ചു, പല കാര്യങ്ങളിലും. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കുന്നു, തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നിധികൾ എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന സമാധാനവും സ്നേഹവുമാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം കുറിച്ചു വെച്ചു, ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് സമാധാനവും സ്നേഹവുമാണ് എന്ന്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നിധി. ആ നിധി കണ്ടെത്തുന്നതിന് മുമ്പ് നീ ഒരു കാര്യം മനസ്സിലാക്കുക: ദൈവം ഈ ലോകത്ത് തന്നിരിക്കുന്ന ഏറ്റവും വലിയ നിധി, മൂന്നാമത്തെ നിധി, അത് നീ തന്നെയാണ്. നിനക്ക് ഇട്ടിരിക്കുന്ന എത്രയോ കഴിവുകൾ, എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ കാഴ്ചകളുടെ ധാരാളിത്തത്തിൽ, യഥാർത്ഥമായിട്ടുള്ള കാഴ്ചകൾ കാണാത്ത രീതിയിൽ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോയിട്ടുണ്ടാകാം. ജീവിതത്തിലെ ഒരു വലിയ നിധി ദൈവം, അതുപോലെ തന്നെ കുടുംബം, സ്നേഹിക്കുന്നവർ. മൂന്നാമത്തെ നിധി എന്ന് പറയുന്നത് നീ തന്നെയാണ്. ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചാൽ പൊന്നുതമ്പുരാൻ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന എത്ര അനുഗ്രഹങ്ങളാണ് നിന്റെ ജീവിതത്തിലുണ്ട് എന്ന് തിരിച്ചറിയുക. അല്ല എങ്കിൽ എല്ലാത്തിനെക്കുറിച്ചും കംപ്ലൈൻറ്റ് പറയുന്ന ഒരാളായിട്ട് നീ മാറും. ഈ 3 നിധികൾ നിന്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. നീ കുഴിച്ചെടുക്കാതെ തന്നെ ഇതിന് നന്ദിയുള്ളവരായിരിക്കുക. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്താമാധ്യമത്തിൽ കണ്ട ഒരു വാർത്ത, ബാംഗ്ലൂർ നഗരത്തിൽ ഫുഡ് ഡെലിവറി ബോയ് ആയിട്ടുള്ള ഒരു രാജു എന്ന ഒരു പയ്യനെ കുറിച്ചാണ്. അവന് ഒരു ദിവസം വൈകിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു ഓർഡർ വരികയാണ്. അദ്ദേഹം ഒരു 1/4 മണിക്കൂറിന് ശേഷം ആ ഭക്ഷണവുമായി ആ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ബെല്ലടിച്ചിട്ട് ആരും തുറക്കുന്നില്ല. വാതിൽ പതുക്കെ ഒന്ന് തുറന്ന് കിടപ്പുണ്ട്, പാതി ഒന്ന് തുറന്ന് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഫുഡ് ഡെലിവറി ചെയ്യാതെ പണം വാങ്ങാതെ പോകുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം വാതിൽ മേലെ തുറന്നു നോക്കുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ അവിടെ വീണ് കിടക്കുകയാണ്. അവിടെ ആ വൃദ്ധൻ ഒറ്റയ്ക്കാണ്. ഫുഡ് ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ ഷുഗർ എന്തോ താന്നു പോയതുകൊണ്ട് അദ്ദേഹം വാതിൽ പടി വരെ വന്നപ്പോൾ കുഴഞ്ഞു വീണ് പോയതാണ്. രാജു ഉടനെ തന്നെ അയൽപക്കത്തുള്ള ആളുകളെല്ലാം കൂട്ടിക്കൊണ്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്യുന്നു. ആംബുലൻസ് വരുന്നു, ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നു. ഈ മനുഷ്യന് ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഭാര്യ നേരത്തെ മരിച്ചു. ഇദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അച്ഛൻ വീണു എന്ന് പറയുമ്പോൾ മകൻ വിളിക്കുന്നു. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ആ മനുഷ്യൻ രക്ഷപ്പെട്ടതായി പറയുന്നു. സന്തോഷവാനായ ആ മകൻ ഈ ഡെലിവറി ബോയ്ക്ക് 1 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു എന്ന്. ഈ ബൈക്ക് മേടിച്ചതിന് ശേഷം രാജുവിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണെന്ന്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇപ്രകാരമാണ്: സാർ, ഞാൻ ഡെലിവറി ബോയാണ്. ഭക്ഷണം മാത്രമല്ല ഞാൻ ഡെലിവറി ചെയ്യുന്നത്, മനുഷ്യത്വം കൂടിയാണ്. ഞാനൊരു ഡെലിവറി ബോയാണ്, പക്ഷേ ഭക്ഷണം മാത്രമല്ല ഞാൻ ഡെലിവറി ചെയ്യുന്നത്, മനുഷ്യത്വം കൂടെയാണ്. എന്തുകൊണ്ടാണ് ഈ കഥ പറയുന്നതെന്ന് അറിയാമോ? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ ദൈവനിധിയാണെന്ന് കാണുന്ന ആളുകൾ, കുടുംബവും സുഹൃത്തുക്കളും സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരും നിധികളാണെന്ന് കാണുന്നവർ, സ്വയം ഒരു നിധിയായിട്ട് കരുതുന്ന ആളുകൾ, അവർ ഹൃദയത്തിൽ ദൈവത്തെ കണ്ടെത്തിയവരാണ്. അവർ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരാണ്. ഇനിയൊരു ചോദ്യം മാത്രം: നിധി തേടി അലയുന്ന ഒരു മനുഷ്യനാണ് നീയെങ്കിൽ ഈ 3 നിധികൾ നീ മനസ്സിലാക്കുന്നുണ്ടോ? സുവിശേഷം നമ്മളോട്
ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. എപ്പോഴെല്ലാം നീ നിന്റെ ദൈവത്തെ കണ്ടെത്തുന്നുവോ, എപ്പോഴെല്ലാം നീ നിന്നെ സ്നേഹിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നുവോ, എപ്പോഴെല്ലാം നീ ദൈവത്തിൻ്റെ ദാനങ്ങൾ കണ്ടെത്തുന്നുവോ, അപ്പോൾ നീ വയലിൽ മറഞ്ഞിരിക്കുന്ന നിധി സ്വന്തമാക്കിയ മനുഷ്യന് തുല്യമാണ്. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ